Hi all, good morning. A very warm good morning and welcome to PsyQuest BPCC 101 revision class. അപ്പോൾ BAPCH അതായത് ബാച്ചുലർ ഓഫ് ആർട്സ് സൈക്കോളജി ഹോണേഴ്സിലെ ഫസ്റ്റ് സബ്ജക്ട് BPCC 101. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ് 101. ശരിക്കും സൈക്കോളജി ഇങ്ങനെ ഒരു എക്സാമിന് മാത്രമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്ട് അല്ല കേട്ടോ. ഫസ്റ്റ് ഇയർ ഒക്കെ നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചെങ്കിൽ സെക്കൻഡ് ഇയർ മുതലെങ്കിലും നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ കുത്തിരുന്നൊന്നും പഠിക്കണ്ട. ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. അത് മാത്രമല്ല, സൈക്കോളജി അല്ലേ നിങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റണമെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോ ഈ 101ഉം 103 എന്നൊക്കെ പറയുന്നത് ബേസിക്സ് ആണ്. സൈക്കോളജിയുടെ വളരെ ബേസിക്സ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ 101നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 15 ക്ലാസ്സസ് ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈക്കോളജിയിൽ ഒരു എന്താ പറയാ ഐഡിയയും ഇല്ലാത്തവർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള 101ന്റെ ഒരു 15 ക്ലാസ്സസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കിൽ ആ ക്ലാസ്സസ് കൊടുത്തേക്കും. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നാളെ എക്സാമിന് പോയിട്ട് എന്ത് എഴുതണം എന്ന് പോലും അറിയാത്തവരാണെങ്കിൽ നത്തിങ് ടു വറി. ഈ ഒരു 15 ക്ലാസ്സസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പാസ് ആവാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എന്തായാലും കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴും ഞാൻ പറയാണ്, ഇഗ്നോ ഇപ്പൊ എക്സാം പാറ്റേൺ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ഉള്ളുന്നും അതായത് പെരിഫറൽ ഏരിയാസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അതായത് ഞങ്ങൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കും. അതിന്റെ ഷോർട്ട് നോട്ട് നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കും. അതിന്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും ഒക്കെ പറയും. ഞങ്ങൾ ഓൺലൈൻ മോഡൽ എക്സാംസ് ഒക്കെ നടത്തും. സോ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും സ്ട്രീമും ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്റെ കൈപ്പടയിൽ കൈപ്പടയിൽ എഴുതിയിട്ടുണ്ടാക്കിയ സ്റ്റഡി പ്ലാൻ ആട്ടോ. നമ്മളൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ഓരോ ചാപ്റ്ററിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ചാപ്റ്റർ മൊത്തം നമ്മൾ എടുക്കും. കാരണം എല്ലാ ചാപ്റ്ററിലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ ചാപ്റ്റർ ഫുള്ളും എടുക്കും. പക്ഷെ ആ ചാപ്റ്ററിൽ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നും പഠിക്കാനുള്ളത് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കാറാണുള്ളത്. ആ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ BPCC 101. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ക്രാഷ് ആയിട്ട് കിടക്കും. ഓൾറെഡി നെറ്റ്വർക്ക് തത്തേ തികതേ കളിക്കുകയാണ്. അപ്പൊ 101ലെ ഫസ്റ്റ് ചാപ്റ്ററിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ലൈക്ക് ഫസ്റ്റ് ചാപ്റ്റർ അത്ര അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമില്ല. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ഫസ്റ്റ് ചാപ്റ്ററിൽ എന്നുള്ളത്. കുറെ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, ഫസ്റ്റ് ചാപ്റ്റർ എന്നല്ല ഏതൊരു സൈക്കോളജി ബേസ്ഡ്. ഹലോ, ആരായിരുന്നു? എന്താടാ? ആരോ ഒരാളെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കണം. നിങ്ങൾ എന്തായാലും സൈക്കോളജിയുടെ ഏത് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും സൈക്കോളജി എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. എന്താണ് സൈക്കോളജി? സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. അല്ലെങ്കിൽ what? Behavior and mental health process. ഇനി സൈക്കോളജി അപ്പൊ നമുക്കൊരു ഏത് ക്വസ്റ്റ്യൻ വരുമ്പോ നേച്ചർ ആൻഡ് സ്കോപ്പ് ഒക്കെ ചോദിക്കുമ്പോ ഇൻട്രഡക്ഷൻ എഴുതണം കേട്ടോ. എപ്പോഴും ഇൻട്രഡക്ഷൻ എഴുതണം. ഇൻട്രഡക്ഷൻ എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഇത് ഞങ്ങള് ഓവറോൾ കൊടുക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ്. സൈക്കോളജി കുട്ടികൾക്ക് കൊടുക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ്. സബ്ജക്ട്സ് ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഇവിടെ നമ്മള് ഷോർട്ട് നോട്ട്
ക്വസ്റ്റ്യൻസ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കണേ, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൈക്കോളജി ആസ് എ സയൻസ്. നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന് കേട്ടോ, ഫസ്റ്റ് ചാപ്റ്ററിന് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന്, സൈക്കോളജി ആസ് എ സയൻസ് നിങ്ങൾ 5 മാർക്കിന് എന്തെഴുതാനാണ്? ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ 2021 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത്. ഇനി ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇവിടെ ഹിസ്റ്ററിക്ക് 3 മാർക്കും ഹ്യൂമൻ ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് 7 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സിൽ ഹിസ്റ്ററി 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററിലാട്ടോ. ഇനി ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ജസ്റ്റിഫൈ സൈക്കോളജി ആസ് എ സയൻസ് 10 മാർക്സിന് 2021 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ ഈച്ച് അബൌട്ട് 150 വേർഡ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. കണ്ടോ, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? സൈക്കോളജി ആസ് എ സയൻസ് ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ഷോർട്ട് നോട്ട് ആയിട്ടും അതുപോലെ 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജി ടു ഡിസ്ക്രൈബ് ആസ് എ സയൻസ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് എങ്ങനെയാണ് 10 മാർക്കിന് എഫക്റ്റീവ്ലി നമ്മൾ ഒരു ആൻസർ എഴുതുക? സൈക്കോളജി ഒക്കെ അങ്ങനെ തന്നെ എഴുതണം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കോർ പേപ്പർ എഴുതാൻ പോകുന്നത്, പലരും കോർ പേപ്പർ ആദ്യമായിട്ടായിട്ടും എഴുതാൻ പോകുന്നത്. അപ്പൊ ഹൗ ടു അറ്റൻഡ് ആൻ ആൻസർ എഫിഷ്യന്റ്ലി. 10 മാർക്സിന് ഇറ്റ് ഷുഡ് ബി 300 വേർഡ്സ്, അതായത് 4-5 സൈഡ്, ഒരു പേപ്പറിന്റെ 4-5 സൈഡ് നിർബന്ധമാണ്. 6 മാക്സിമം ആട്ടോ. 5 മാർക്ക് ഇറ്റ് ഷുഡ് ബി 150 വേർഡ്സ്, 1.5 സൈഡ് 2 സൈഡ് ഒക്കെ മതി മാക്സിമം കേട്ടോ. ഇനി there must be a clear definition, ഒരു ക്ലിയർ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. If possible, include who proposed the definition with the year. ഇനി ഏതെങ്കിലും ഡെഫിനിഷൻ ആണ് അത് പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് അറിയെങ്കിൽ ആ ഇയർ കൂടി പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. All side headings should be underlined and write neatly as possible. Side headings ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, പോസിബിൾ ആയിട്ട് നീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കാം. Write down in points and underline important area. ഇപ്പൊ ഏതെങ്കിലും പ്രപ്പോസ് ചെയ്ത സൈക്കോളജിസ്റ്റിന്റെ പേര് ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ നോക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര കൺവീനിയൻസ് ആയിരിക്കും, നല്ല മാർക്ക് വീഴാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? 10 മാർക്കിനാണെങ്കിൽ 4-5 സൈഡാണ്, 5 മാർക്കിന് 1.5 സൈഡ് ടു 2 സൈഡാണ്. ഒരു ക്ലിയർ ഡെഫിനിഷൻ ആവണം. പോസിബിൾ ആണെങ്കിൽ ആരാണ് ആ ഡെഫിനിഷൻ പ്രപ്പോസ് ചെയ്തത്, അതുപോലെ പ്രപ്പോസ് ചെയ്ത ഇയർ ഉണ്ടെങ്കിലും എഴുതി വെക്കുക. എല്ലാ സൈഡ് ഹെഡിങ്ങും അണ്ടർലൈൻ ചെയ്യുക, നീറ്റ് ആയിട്ട് എഴുതാം. അതുപോലെ പോയിന്റ് ആയിട്ട് എഴുതാം. ഇമ്പോർട്ടന്റ് ഏരിയാസും അണ്ടർലൈനിൽ ചെയ്യും. ഓക്കെ ആണോ? ഇനി ഒരു ആൻസർ നമ്മള് 10 മാർക്കിന് ഒരു ആൻസർ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ജസ്റ്റിഫൈ സൈക്കോളജി ആസ് എ സയൻസ്. 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എഴുതിയത് കണ്ടോ, സൈക്കോളജിയുടെ ഡെഫിനിഷൻ. ഈ ഒരു നോട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. സൈക്കോളജിയുടെ ഡെഫിനിഷന്, അതുപോലെ തന്നെ അത് എഴുതിയ ആളുടെ പേര്, ഇയർ ഒക്കെ നമുക്ക് എഴുതാം. പിന്നെ ഓരോന്ന് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ആൻസർ എഴുതിയ ഒരു പാറ്റേൺ ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ആൻസർ എഴുതാൻ. ഈ നോട്ട് ഞാൻ അയച്ചുതരാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് 10 മാർക്കിന് അറ്റൻഡ് ചെയ്യുക, എന്തൊക്കെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പൊ യൂണിറ്റ് 1 ഞാൻ അറിയാതെ പറഞ്ഞിട്ട് യൂണിറ്റ് 1 ഞാൻ യൂണിറ്റ് 1 ഇതിൽ കാണാത്തപ്പോ ചോദിച്ചു യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ. ചില യൂണിറ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ നോക്കുമ്പോൾ ഞാൻ മറ്റേ സ്റ്റഡി പ്ലാനിലായിരുന്നു ഇട്ടിട്ടുള്ളത്.
മറന്നുപോയത്. അപ്പൊ യൂണിറ്റ് 1ലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യൂണിറ്റ് 1 ഞാൻ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒരു 10 പേർക്ക് സ്വരാക്കാനുള്ള സാധനം ഞാൻ തന്നെ തരാം. വിശദമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി സെക്കൻഡ് യൂണിറ്റിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ് യൂണിറ്റിന്റെ പേര്. അവിടെ നേച്ചറും സ്കോപ്പാണ്. എഗെയിൻ സൈക്കോളജിയുടെ നേച്ചറും സ്കോപ്പും ചോദിച്ചാലും സൈക്കോളജി എന്താണെന്നും ഫാദർ ഓഫ് സൈക്കോളജി ആരാന്നൊക്കെ എഴുതി വെക്കാം. ആരാണ് ഫാദർ ഓഫ് സൈക്കോളജി? ആരാണ് ഫാദർ ഓഫ് സൈക്കോളജി? പറഞ്ഞേ, ആരാണ്? ഹൂ ഇസ് ഫാദർ ഓഫ് സൈക്കോളജി? വില്യം ബോണ്ട് ആണ് നമ്മുടെ സൈക്കോളജിയുടെ ഫാദർ. അദ്ദേഹമാണ് 1879 ലെപ്സിഗില്, ജർമ്മനിയിലെ ലെപ്സിഗ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ഒരു സൈക്കോളജിക്കായിട്ട് ഇൻഡിപെൻഡന്റ് ലാബ്. അതുവരെ ഫിസിയോളജിയുടെയും ഫിലോസഫിന്റെ അണ്ടറിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു സൈക്കോളജി. സൈക്കോളജിനെ ഒരു ഇൻഡിപെൻഡന്റ് ഫീൽഡ് ആക്കിയത് കാരണമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയും, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് പറയും, അതുപോലെ തന്നെ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയും, ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നും പറയും. അപ്പൊ നേച്ചർ ആൻഡ് സ്കോപ്പ് 10 മാർക്കിന് നോക്കിക്കേ. ഡിസംബർ 2020 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി സൈക്കോളജി ഇൻ ഇന്ത്യ 5 മാർക്കിന് 2021 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്, 2023 ജൂൺ തൊട്ട് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് സൈക്കോളജി 5 മാർക്കിന് ഡിസംബർ 21. അപ്പൊ നേച്ചറും സ്കോപ്പും ഒരു എക്സ്പെക്റ്റഡ് ആണ്. സൈക്കോളജി ഇൻ ഇന്ത്യ ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂണിറ്റ് 2 എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി യൂണിറ്റ് 3 ആണ്, പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷന്റെ മീനിങ്, ലോ, പെർസെപ്ഷൻ കോൺസ്റ്റൻസീസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർസെപ്ഷൻ ആണ്. നമ്മൾ ഒരു വസ്തുവിനെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു സാധനം കാണിക്കുകയാണ്. ഞാനൊരു സാധനം കാണിക്കുകയാണേ. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണിത്? ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ, എന്താണിത്? എന്തൊക്കെയായിട്ടാ തോന്നുന്നത്? വിസിറ്റിംഗ് കാർഡ്. യെസ്. എനി അതർ ഓപ്ഷൻസ്? വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ? പീസ് ഓഫ് പേപ്പർ. യെസ്, ഇറ്റ് ഇസ് എ വിസിറ്റിംഗ് കാർഡ്. കണ്ടോ, റാൻഡം ആയിട്ട് കാണിച്ചാണ് വിസിറ്റിംഗ് കാർഡ് ആണ് പീസ് ഓഫ് പേപ്പർ ആയിട്ട് തോന്നുന്നത്. അത് ഒരു വസ്തു നമുക്ക് എന്തായിട്ട് തോന്നുന്നു, നമ്മൾ എന്തായിട്ട് ഗ്രഹിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പെർസെപ്ഷൻ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ വേരിയസ് ലോസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷന്റെ ലോസ് ആണ് ഇവിടെ ചോദിച്ചു. ലോസ് ഓഫ് ക്ലോഷർ, അങ്ങനെ ഒത്തിരി ലോസ് വരുന്നുണ്ട്. ഈ ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ 2020 ചോദിച്ചിട്ടുള്ളത്. ഇനി റോൾ ഓഫ് സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ ഇൻ പെർസെപ്ഷൻ. പെർസെപ്ഷനിൽ സെൻസേഷനും അറ്റൻഷനും, നമുക്ക് പെർസീവ് ചെയ്യണമെങ്കിൽ സെൻസ് ചെയ്യണം അല്ലെ, കണ്ണുകൊണ്ട് കാണുക, അതുകൊണ്ട് കേക്കൊക്കെ വേണം. അതുപോലെ അറ്റൻഷൻ കൊടുക്കണം. എന്ത് ചെയ്താൽ മാത്രമേ നമുക്ക് പെർസെപ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പെർസെപ്ഷനിൽ സെൻസേഷന്റെ റോളും അറ്റൻഷന്റെ റോളുമാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 2021 ഡിസംബറിലും 2022 ഡിസംബറിലുമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പെർസെപ്ഷൻ കോൺസ്റ്റൻസി ചോദിച്ചിട്ടുണ്ട് 2022 ഡിസംബറിൽ. ഇനി ഡിസ്ക്രൈബ് വേരിയസ് സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് ലോസ് ഓഫ് ഓർഗനൈസേഷൻ. റിപ്പീറ്റഡ് ആണ്. ലോസ് ഓഫ് ഓർഗനൈസേഷൻ ഇവിടെ 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, മറ്റേത് 10 മാർക്കിനാണ്. അപ്പം ലോസ് ഓഫ് ഓർഗനൈസേഷൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ. ഇവിടെ ഞാൻ പറയുന്നു 3rd ചാപ്റ്റർ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. മൊത്തം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ പെർസെപ്ഷന്റെ സ്റ്റേജസും പെർസെപ്ഷന്റെ ലോസുമാണ് 10 മാർക്ക്. സ്റ്റേജസിന് 3 മാർക്കും ലോസിന് 10 മാർക്കാണ്. അതായത് പെർസെപ്ഷൻ ഓർഗനൈസേഷന്റെ ലോസും 7 മാർക്കിനുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതാണ് നമുക്ക് പറയാം, നമ്മുടെ യൂണിറ്റ് 3 ആണ്. ഓക്കെ ആണോ? ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നത് യൂണിറ്റ് 3 കണ്ടിന്യൂഷൻ ആണ്. പെർസെപ്ഷന്റെ ടൈപ്സ്, ഇറർ ഓഫ് പെർസെപ്ഷൻ ആണ് ചോദിക്കുന്നത്. പെർസെപ്ഷൻ എപ്പോഴെങ്കിലും ഇറർ വരാം. ലൈക്ക് ആർക്കും അത് പീസ് ഓഫ് പേപ്പർ ആയിട്ട് തോന്നി, ബിക്കോസ് ഓഫ് വിസിറ്റിംഗ് ഔട്ട്, ബട്ട് സംബഡി പെർസീവ്ഡ് ആസ് ശരിക്കും ഞാൻ വേറെ എന്തെങ്കിലും സ്റ്റേപ്ലർ ഒക്കെ ആദ്യം കാണിക്കാറ്. പല പല നല്ല നല്ല പെന്നൊക്കെ കാണിക്കുമ്പോൾ പല പല നല്ല നല്ല ആൻസേഴ്സും വരാറുണ്ട്. അപ്പം നമുക്ക് പെർസെപ്ഷനിൽ ഇറർ സംഭവിക്കാം അല്ലെ. നമ്മൾ പെർസീവ്ഡ് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ പെർസെപ്ഷനിൽ ഇറർ ആണ്. ആൻഡ് ഓൾസോ പെർസെപ്ഷൻ ടൈപ്സ് ആണ് 4 മാർക്ക്.
Discuss the error in perception. Explain various types of illusion. Ponzo illusion, moon illusion എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇല്യൂഷൻസ് ഇററിന് 3 മാർക്കും ഇല്യൂഷന് 7 മാർക്കുമാണ് 2020 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അതുപോലെ ഡിഫൈൻ ഡെപ്ത് പെർസെപ്ഷൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് മോണോക്യുലാർ ആൻഡ് ബൈനോക്യുലാർ ക്യൂസ് യൂസ് ടു ജഡ്ജ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ്. ഡെപ്ത് എത്ര ആഴമുണ്ടെന്ന് എങ്ങനെയാണ് പെർസീവ് ചെയ്യുക, ഡെപ്ത് പെർസെപ്ഷൻ. ഈ ഡെപ്ത് പെർസെപ്ഷന് 2 ടോപ്പിക്സ് ആണ്, മോണോക്യുലാറും ബൈനോക്യുലാറും. മോണോക്യുലാറും ബൈനോക്യുലാറും യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഡെപ്ത് എന്നുള്ളത് 8 മാർക്കിന് ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. Explain the cues used by human brain to judge the depth and distance. അപ്പൊ ഡെപ്ത് പെർസെപ്ഷൻ ആണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, ഒന്ന് മാറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. 2022 ഡിസംബറിലാണ്, 10 മാർക്കിനാണ്. സോ ഡെപ്ത് പെർസെപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. മോണോക്യുലാറും ബൈനോക്യുലാറും ക്യൂസ് ആണ്. ഇനി ടൈപ്സ് ഓഫ് ഇല്യൂഷൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ജൂൺ 2023. ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, ma'am. Okay. Yes, ma'am. Okay. ഇനി യൂണിറ്റ് 5 ആണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്. ഓക്കെ, തിങ്കിങ് ആൻഡ് ലാംഗ്വേജിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ആൻഡ് വേരിയസ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഓക്കെ, പ്രോസസ് ഓഫ് തിങ്കിങ്ങും സ്റ്റേജസ്. ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന് 4 സ്റ്റേജസ് ആണ്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളറിയാം, ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ആരും എടുക്കുക, അത് നൊവേലായിട്ട് പുതുമ, നൊവേൽ എന്ന വാക്കാട്ടോ അവിടെ ഉപയോഗിക്കുക. നൊവേൽ പുതുമയുള്ള ഒരു കാര്യത്തിൽ ഒരു പുതുമയുള്ള ഐഡിയ, അല്ലെങ്കിൽ ആരും ഇതുവരെ ചെയ്യാത്ത ഒറിജിനൽ ഐഡിയ കൊണ്ടുവരുന്നതിനെയാണ് ക്രിയേറ്റീവ് തിങ്കിങ്. അങ്ങനെ ഒരു ഐഡിയ തിങ്ക് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്ങിന് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഓക്കെ, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കണം. നമ്മുടെ ഉള്ളിൽ ആരും ചെയ്യാത്ത പോലെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ സാന്റാക്ലോസ് ചാടി വരുന്ന പോലെയുള്ള ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കണം. സോ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താണ്, അതിന് വേണ്ട ചാർട്ട് എവിടെ നിന്ന് വാങ്ങാം, കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുന്നൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എവിടെ നിന്ന് സംഘടിപ്പിക്കാം, എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാം, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ സാന്റാക്ലോസ് ചാടി വരുന്ന പോലെ ആക്കണമെങ്കിൽ ഈ സാന്റാക്ലോസിനെ ഒട്ടിച്ചു വെക്കണം. ഈ ഒട്ടിച്ചു വെക്കാനുള്ള ഗ്ലൂ, എങ്ങനെ ഒട്ടിച്ചു വെക്കണം എന്ന് സ്റ്റക്കായി. ഒട്ടിച്ചു വെക്കൽ എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, സ്റ്റക്കായിപ്പോ. ഈ സ്റ്റക്ക് ആവുന്ന സ്റ്റേജ് ആണ് 2ാമത്തെ സ്റ്റേജ്, ഇൻക്യുബേഷൻ സ്റ്റേജ്. അതായത് എത്ര ആലോചിച്ചിട്ടും അല്ലെങ്കിൽ എവിടെ നിന്ന് നോക്കിയിട്ടും ആ ഒരു സാധനം കിട്ടുന്നില്ല. സോ നമ്മൾ എന്താക്കും, കോൺഷ്യസ്ലി അത് മറന്നു, അത് ചെയ്യുന്നില്ല. കോൺഷ്യസ്ലി നമ്മൾ മറക്കുകയും അൺകോൺഷ്യസ്ലി ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഇൻക്യുബേഷൻ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ്, അതായത് പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമ്മൾ സ്റ്റക്ക് ആവുമ്പോൾ നമ്മൾ അത് മനസ്സോണ്ട് വിടും, നമ്മൾ വേറെ പണിക്കൊക്കെ പോകും. പക്ഷെ അൺകോൺഷ്യസ്ലി ആയിട്ട് എവിടെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതെങ്ങനെ സോൾവ് ചെയ്യാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 2ാമത്തെ സ്റ്റേജ് ആണ് ഇൻക്യുബേഷൻ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് ആണ് യുറേക്ക സ്റ്റേജ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാണ്. യുറേക്ക എന്നും പറഞ്ഞിട്ട് എവിടെന്നോ എന്തോ പെട്ടെന്ന് ഒരു ആഡ് കണ്ട്, അപ്പൊ ആഡില് നമ്മൾ പെട്ടെന്ന് ഒരു ഗ്ലൂ കാണും, ഈ ഗ്ലൂ എന്റെ സാധനത്തിന് ഉപയോഗിക്കാം. അതാണ് ഇലുമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. സഡൻലി ഐഡിയ അപ്പിയേഴ്സ് ടു യു, അതാണ് ഇലുമിനേഷൻ സ്റ്റേജ്. ഇനി കിട്ടിയ ഐഡിയ ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്റ്റേജ് ആണ് 4ാമത്തെ സ്റ്റേജ്, വെരിഫിക്കേഷൻ സ്റ്റേജ്. ഓക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് സാധനം ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകും. ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജസ്: പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? Yes, ma'am. Okay. ക്വസ്റ്റ്യൻ വന്നാൽ Yes, ma'am. Okay ആണ്. ഈ എക്സാം ഹാളിൽ നിന്ന് കിട്ടും, ഞാൻ ഉറപ്പുതരാം. ഞാൻ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് എപ്പോഴും പഠിപ്പിക്കാറുള്ളത്. അറൌണ്ട് ഒരു 9,000+ സ്റ്റുഡൻസിനെ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണങ്ങൾ അവർക്ക് എക്സാം ഹാളിൽ നിന്ന് കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്. പലരും ഉദാഹരണം, ഇപ്പൊ നിങ്ങളുടെ 3rd ഇയേഴ്സ് എക്സാം എഴുതി വന്നപ്പോൾ OB എക്സാം കഴിഞ്ഞ സമയത്ത് അവർ വന്ന് പറഞ്ഞു, മിസ് മലബാർ ഗോൾഡിനെ വെച്ചിട്ട് ഞാൻ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അവിടെ എക്സാം ഹാളിൽ നിന്ന് കിട്ടിയതാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം
ആ എക്സാമ്പിൾ ഒക്കെ കോൺസെപ്റ്റ് പെട്ടെന്ന് കത്തും. സോ ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജ് ഇതാണ്. ഇനി explain the step involved in the process of decision making. അതായത് ഡിസിഷൻ മേക്കിംഗ് എപ്പോഴാണ് അറിയാം നമ്മൾ ചെയ്യുക, ഒരു 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അപ്പം അതിൽ ഏത് എടുക്കണം. അപ്പൊ പിന്നെ ക്രിസ്മസിന് നല്ല ഡ്രസ്സ് ഇട്ട് പോകണം, 3 ഡ്രസ്സ് ഉണ്ട്, അടിപൊളി, 3 അടിപൊളിയാ, ഇതിൽ ഏത് ഇട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനിക്കൂലേ, അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരു 6-7 സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി ഡിസ്കസ് ദ കോഗ്നിറ്റീവ് ഇറർ ഇൻ ഡിസിഷൻ മേക്കിംഗ്. സ്റ്റെപ്സിന് എത്ര മാർക്കാണ്? 5 മാർക്കും ഇറേഴ്സിന് 5 മാർക്ക്. എപ്പോഴും മാർക്ക് നോക്കണം കേട്ടോ, മാർക്ക് നോക്കാതെ നിങ്ങൾ എഴുതരുത്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത്. ഇനി ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. ഇൻഫൻസിലും ചിൽഡ്രനിലും എങ്ങനെയാണ് ലാംഗ്വേജില് വെറും കരഞ്ഞോണ്ടിരിക്കുന്നത്? അതൊന്നും പറയണം. എന്തോ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് എലബറേറ്റ് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഡിസ്കസ് ദ കോൺസെപ്റ്റ്, ടൈപ്പ് ആൻഡ് പ്രോസസ് ഓഫ് തിങ്കിങ്, ജൂൺ 2022. എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ ആണ്, ബിക്കോസ് പല ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് നോക്കി വെച്ചോളൂ. എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് അമംഗ് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിനാണ്. ഐ മീൻ ഇൻഫന്റിന് 5 മാർക്കിന്, ചിൽഡ്രന് 5 മാർക്കിനായിട്ട് 2022 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി എലുസിഡേറ്റ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ആൻഡ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസ്. 5 മാർക്കിനാണ്, ജൂൺ 2023 ഇനി വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കോഗ്നിറ്റീവ് ഇറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് എന്ത്? തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ലേണിംഗ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒട്ടും അറിയാത്തവർക്ക് ഞാൻ അടിപൊളിയായിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഒരു കഥ വെച്ചിട്ട് എടുത്തു കൊടുത്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ ഇതിന്റെ താഴെ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക്, ഞാൻ എന്റെ തുടക്കകാലത്ത് എന്റെ കുട്ടികൾക്ക് എപ്പോഴും കണാരേട്ടനെ നാരായണി എന്ന് പറഞ്ഞിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ എന്നെ ഓർക്കുക. കാരണം കണാരേട്ടന്റെയും നാരായണിയുടെയും കഥ വെച്ചിട്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ കോൺസെപ്റ്റ് കത്താത്തവര് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അടിപൊളിയായിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡിസ്കസ് ദ തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് 10 മാർക്സിനാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് യു പീപ്പിൾ ഹാവ് ടു നോ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ബിക്കോസ് നമ്മുടെ പല ബിഹേവിയറും ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഛർദിക്കുക, അതുപോലെ പിന്നെ കുട്ടികൾ കിടക്കപ്പായയിൽ മൂത്രമൊഴിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും ക്ലാസിക്കൽ. ഫിയർ, ചില വസ്തുവിനോടുള്ള പേടി, ഇതൊക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾ വഴിയാണ്. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള തിയറി വളരെ വിശദമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഉണ്ട്. ഇനി എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് കോൺസിക്വൻസ് ബേസ്ഡ് ലേണിംഗ് with an overview of schedules of reinforcement. Schedules of reinforcement വെച്ചിട്ട് ലേണിംഗിന്, കോൺസിക്വൻസ് ബേസ്ഡ് ലേണിംഗിന് ഒരു ഓവർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ റിവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. റിവാർഡ് കൊടുക്കുന്നതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിവാർഡ് കൊടുത്താൽ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ആക്കും എന്നാണ് പറയുന്നത്. അപ്പൊ 4 രീതിയിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറ്. ഫിക്സഡ് ഇന്റർവൽ, വേരിയബിൾ ഇന്റർവൽ, ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ റേഷ്യോ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം ഈ ഫിക്സഡ് അതില് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സൈക്കോളജിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ആദ്യം ഞാൻ ആദ്യം അത് പറയാം കേട്ടോ. അവിടെ നിൽക്കട്ടെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് എന്താന്ന് മനസ്സിലായല്ലോ. ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന എന്താണ് റിവാർഡാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു കുഞ്ഞ് എന്തോ വികൃതി കളിക്കാം, അയ്യോ എന്റെ കുഞ്ഞ് നമുക്ക് ചെയ്തതെന്ന് അങ്ങനെ ചിരിച്ചാൽ മതി. അപ്പൊ കുഞ്ഞിറാ എന്റെ അമ്മയ്ക്ക് ചിരി വരുന്നുണ്ട്, അപ്പൊ ഞാൻ ഇതിനി തുടർന്നേക്കാം. അതായത് പോസിറ്റീവായിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും കുഞ്ഞത് അല്ലെങ്കിൽ ആരും അത് ആ ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യും. ഇനി നെഗറ്റീവ് ആണ്, അതിനാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. പണിഷ്മെന്റ് ആണെങ്കിൽ ബിഹേവിയർ വീക്കൻ ആവും.
സോ വാശി പിടിക്കുന്ന കുട്ടികൾക്കൊക്കെ ശരിക്കും ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ നെഗറ്റീവ് പണിഷ്മെന്റ് ആട്ടോ കൊടുക്കുക. അതായത് പണിഷ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ വീക്കൻ ചെയ്യുന്നതാണ്. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് റിവാർഡ് ആണ്, ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യും. പണിഷ്മെന്റ് എന്താണ്, പിന്നെ നെഗറ്റീവ് ആണ്, അത് ഒരു ബിഹേവിയറിനെ വീക്കൻ ചെയ്യും. രണ്ട് റീഇൻഫോഴ്സ്മെന്റും രണ്ട് പണിഷ്മെന്റും ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഒരു കുട്ടി റൂം ക്ലീൻ ചെയ്തു, അമ്മ ഒരു മുട്ടായി കൊടുക്കുന്നു. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, ആഡിങ് സംതിങ് പോസിറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ നല്ല മാർക്കിൽ കുഞ്ഞ് പാസ്സായി വരുന്നു, എന്റെ മോൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് തോളത്ത് തട്ടുന്നു, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ പിന്നെ ബോസ് നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരുന്നു, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് ആഡിങ് സംതിങ് പോസിറ്റീവ്. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നെഗറ്റീവ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അടി കിട്ടാതിരിക്കാൻ വേണ്ടി റൂം വൃത്തിയാക്കുന്നു, ജസ്റ്റ് ടു അവോയ്ഡ് ദാറ്റ് നെഗറ്റിവിറ്റി. നമുക്കൊന്നും സാറ്റിസ്ഫാക്ഷൻ അല്ല, അടി കിട്ടാതിരിക്കാൻ വേണ്ടി റൂം വൃത്തിയാക്കാം, തോൽക്കാതിരിക്കാൻ വേണ്ടി പഠിക്കാം, ബോസ് ചീത്ത പറയാതിരിക്കാൻ ലീവ് എടുക്കാതിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. കേട്ടോ, നല്ലത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അമ്മ മുട്ടായി തരാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നു, ഇതൊക്കെ പോസിറ്റീവാണ്. നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അടി കിട്ടാതിരിക്കാൻ റൂം വൃത്തിയാക്കുന്നു, തോൽക്കാതിരിക്കാൻ പഠിക്കുന്നു, ബോസ് ഫയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ലീവ് എടുക്കാതിരിക്കുന്നു. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. കുഞ്ഞുങ്ങളിലെ വാശി ഡെവലപ്പ് ആവുന്നത് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ടാണ്. ഇപ്പൊ കുഞ്ഞ് ഒരു ദിവസം കടയിൽ ചെന്നു, മുട്ടായി വേണമെന്ന് വാശി പിടിച്ചു, നമ്മളില്ല വാങ്ങി തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുഞ്ഞ് നിലത്ത് കിടന്ന് ഉരുണ്ട്, എന്നിട്ട് ബഹളൊക്കെ ആക്കി ആളുകൾ നോക്കാൻ തുടങ്ങി. അപ്പൊ ആളുകൾ നോക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായോ നാണക്കേടെ. അപ്പൊ നമ്മളെ കുഞ്ഞിന് അടി കൊടുത്തിട്ട് ആ മുട്ടായി വാങ്ങിച്ചു കൊടുത്തു. കുഞ്ഞിന് മനസ്സിലായി റീഇൻഫോഴ്സ്മെന്റ്, ഒരു അടി കിട്ടിയാലും മിഠായി കിട്ടും എന്നുള്ളത്. അപ്പൊ ആ മിഠായി അവിടെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ കുഞ്ഞിന് മനസ്സിലായി, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി, നേരെ നിലത്ത് കരണ്ടുണ്ടാൽ കരഞ്ഞു വിളിച്ചാൽ കാര്യം സാധിക്കാം. ഇങ്ങനെയാണ് വാശി ഡെവലപ്പ് ആവും. ഒറ്റ വട്ടം നിങ്ങൾ ചെയ്തു നോക്ക്, അനുഭവമുള്ളവരുണ്ടാവാം. കുഞ്ഞത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ഉണ്ട് അനുഭവമുള്ള അമ്മമാര്? ഇവിടെയാണ് സൈക്കോളജി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജി ഇസ് നോട്ട് എ സബ്ജക്ട്, ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഫോർ അവർ ലൈഫ്. ഇവിടെ ഇത് മാറ്റാനുള്ള ഒരൊറ്റ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവരെ നമുക്ക് ആവശ്യം ഉള്ളതാണ്. സോ നാട്ടുകാരെന്തോ വിചാരിച്ചോട്ടെ, നമ്മൾ കൊടുക്കേണ്ടത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. ഏറ്റവും നല്ല നെഗറ്റീവ് പണിഷ്മെന്റ് മൈൻഡ് ചെയ്യാതിരിക്കുക. കരഞ്ഞ് കൂക്കി വിളിച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും മൈൻഡ് ചെയ്ത്. കാരണം എന്താ പറയുക, കുഞ്ഞിനെ ഇത് ട്രെയിൻ ചെയ്താൽ അവർക്ക് വലുതായാലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഒത്തിരി കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നമ്മുടെ അമ്മമാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഞങ്ങൾക്ക് ഇതൊന്നും പേരൻസിന് പറ്റുന്ന ഒരു സംഭവമാണ്, ഞങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്തും സാധിച്ചു കൊടുക്കുക. ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് വരില്ല. സോ കുറച്ചു കാലൊക്കെ അവന്റെ അമ്മ എനിക്ക് ഇന്ന ഫോൺ വാങ്ങിത്തരില്ല, ഇന്ന ബൈക്ക് വാങ്ങിത്തരില്ല, ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തത്. ആവശ്യമില്ലാത്ത നമ്മുടെ സ്ഥിതി ഉണ്ടെങ്കിൽ ചെയ്തോളൂ, എന്നാൽ പോലും കൂടുതൽ ചെയ്തു കൊടുക്കരുത്. കുഞ്ഞുങ്ങള് ഒരു മൂല്യം മനസ്സിലാക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ ഇത് ട്രൈ ചെയ്ത് കൊണ്ടുവരാം. വാശി പിടിച്ച് കഴിയുമ്പം മൈൻഡ് ചെയ്യാം. നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. അതായത് നെഗറ്റീവ് പണിഷ്മെന്റ് ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞിന് ഇഷ്ടമുള്ളത് എടുത്ത് ഒഴിവാക്കാം. നീ വാശി പിടിച്ച് കരഞ്ഞില്ല, ഞാൻ ഫോൺ തരൂല, 2 ദിവസത്തിന് റിമോട്ട് അതായത് കുഞ്ഞിന് ഇഷ്ടമുള്ള എടുത്ത് ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് റിമൂവ് ആക്കുന്നതിനെയാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഏറ്റവും നല്ല കാര്യം. ഈ പോസിറ്റീവ് പണിഷ്മെന്റ് കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. പോസിറ്റീവ് പണിഷ്മെന്റ് എന്നാൽ അടിക്കുക, കുത്തുക, അതായത് ആഡിങ് സംതിങ് നെഗറ്റീവ്, അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ്. അതായത് കുത്തുക, ചവിട്ടുക, ചീത്ത വിളിക്കുക, നമ്മളൊക്കെ ചെയ്ത സാധനങ്ങള് അടിക്കുക, ചെവിനുള്ള, ഇതുകൊണ്ട് കുഞ്ഞ് അഗ്രഷൻ പഠിക്കുക എന്നല്ലാതെ ഒരു കുഞ്ഞും എന്താവുന്നില്ല,
പണിഷ്മെന്റ് കൊണ്ട് നന്നാവില്ല. പോസിറ്റീവ് പണിഷ്മെന്റ് വാട്ട് ഇസ് വെരി പ്രൂവൺ ആണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ട്രസ്റ്റ് മീ, ട്രൈ ചെയ്യാം. നെഗറ്റീവ് പണിഷ്മെന്റ് അതായത് കുഞ്ഞിന് ഇഷ്ടമുള്ളത് എടുത്തു മാറ്റാം. നീ റൂം ക്ലീൻ ചെയ്തില്ലല്ലോ, കളിക്കാൻ പോണ്ട, കളിക്കാൻ പോണ്ട. പരീക്ഷയ്ക്ക് തീരെ മാർക്കില്ലല്ലോ, മാർക്ക് വാങ്ങിയാൽ മാത്രം നീ ടൂർ പോയാൽ മതി, അല്ലെങ്കിൽ ടൂർ പോണ്ട. ഇതാണ് നെഗറ്റീവ്. കുഞ്ഞിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ടൈം ഔട്ട് എന്നൊക്കെ പറയൂ കേട്ടോ. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര സമയം അടികൂടിയില്ലേ, 2 റിമോട്ട് 2 ദിവസത്തിന് തരില്ല, ടൈം ഔട്ട് ആണ്, കുറച്ച് നേരത്തേക്ക് മാറ്റുന്നത്. ഇതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. അപ്പൊ പോസിറ്റീവ് പണിഷ്മെന്റ് ആഡിങ് സംതിങ് നെഗറ്റീവ്, അടി കുത്ത് ചീത്തവിലൊക്കെ പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. പിന്നെ റിമൂവിങ് സംതിങ് പോസിറ്റീവ് അതാണ് നെഗറ്റീവ്. കുഞ്ഞിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മാറ്റി വെക്കുന്നതിനെയാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും മനസ്സിലായോ? മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പൊ സൈക്കോളജിയിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും ആണ് ഒരു കുഞ്ഞിന്റെ ബിഹേവിയർ മോഡിഫൈ. അത് നല്ലത് ചെയ്താൽ, നമുക്ക് നല്ലത് ചെയ്താൽ മടിയാ പറയാൻ, അല്ലേ? നല്ലത് ചെയ്താൽ നമ്മൾ പറയൂല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാര്യത്തില്. അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങൾ എന്തായിരിക്കണം, ഒരു പ്രശ്നം വന്ന് അവർ ഓടി നമ്മളടുത്ത് വരണം. അതിനെങ്ങനെയാ? വാ തുറന്നാ കുഞ്ഞുങ്ങളെ കുറ്റേ പറയുള്ളൂ, അല്ലെ? നീ അങ്ങനെ ചെയ്ത് അവിടെ കണ്ടുപഠിക്കും, ഇവരെ കണ്ടുപഠിക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ മാനസിക രോഗിയാക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല രീതിക്ക് അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ മാനസിക രോഗിയായിരിക്കും. ഇതിൽ മെജോറിറ്റി പെണ്ണുങ്ങളായോണ്ട് ചോദിക്കാട്ടോ, അപ്പുറത്തെ വീട്ടില് ലക്ഷ്മിക്കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഓള് നടക്കും എന്തൊരു മൊഞ്ച എന്നൊക്കെ നിങ്ങളുടെ കെട്ടിയന്മാര് പറഞ്ഞ നിങ്ങൾ സഹിക്കോ? ഐ എം ആസ്കിങ് യു, സഹിക്കോ? സഹിക്കോ? സഹിക്കുന്നവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇല്ല, സഹിക്കൂല, ആർക്കും സഹിക്കാൻ പറ്റില്ല. ദെൻ എങ്ങനെയാ നിങ്ങളുടെ കുട്ടികൾക്ക് കമ്പാരിസൺ സഹിക്കാൻ പറ്റാ? എന്റെ ഉമ്മയ്ക്ക് അടുത്ത വീട്ടിലെ കുഞ്ഞിനെ ഇഷ്ടം, എന്നോട് താല്പര്യമില്ല, ഇങ്ങനെയല്ലേ വിചാരിക്കും? കുഞ്ഞു മനസ്സിന് അത് ഏൽക്കുന്ന അഗാധം എത്രയാ നിങ്ങൾക്ക് അറിയോ? പിൽക്കാലത്ത് അവര് മാനസിക പ്രശ്നങ്ങൾക്കോ രോഗങ്ങൾക്കോ ചിലപ്പോ 25-26 വയസ്സിൽ വന്നിരുന്ന് പറയും, ഉമ്മ അന്നേ എന്നെ കമ്പയർ ചെയ്യലാം, അല്ലെങ്കിൽ അമ്മ. ഇവിടെ എനിക്കുണ്ടാവുന്ന കേസസ് ആട്ടോ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്ന കാരണം. എനിക്കുണ്ടാവുന്ന കേസസ് ആണ്. അതിൽ ഏറ്റവും ഒരു കേസാണ്, ഒരു 24 വയസ്സ് 25 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നതാണ്, ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നതാണ്. ഉമ്മ പറയാണ്, ഉമ്മേനെ തീരെ താല്പര്യമില്ല, ഉമ്മനോട് ഭയങ്കര പ്രശ്നമാണ്, അനിയത്തിനെയും കണ്ണിന് നേരെ കണ്ടൂടാ, അവരോട് മിണ്ടൂല, അവരെന്തെങ്കിലും പറഞ്ഞ ദേഷ്യമായിരുന്നു. ഈ കുഞ്ഞിനോട് ഞാൻ സംസാരിച്ച സമയത്ത് പറയും, മാഡം ഞാൻ 8 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു അനിയത്തി ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ എനിക്കൊരു വിഷമം വന്നു, കാരണം എന്റെ അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞുവാവ കിടക്കുകയാണ്. അപ്പൊ ആ വിഷമത്തോടെ ഞാൻ റൂമിലേക്ക് കയറുമ്പോൾ എന്റെ അമ്മായി പറഞ്ഞു, ഇനി നിന്നെ വേണ്ടാട്ടോ, ഉമ്മക്ക് പുതിയ വാവ വന്നെങ്കിൽ നിന്നെ വേണ്ട. ഇതൊരു നാട്ടു നടപ്പാ ഈ മൂത്ത കുട്ടികളോട്. പക്ഷെ ഇതൊന്നല്ല കേട്ടോ ഇവിടെ പ്രശ്നം കിടക്കുന്നത്. ഇത് കേട്ടപ്പോ എന്റെ ഉമ്മ ചിരിച്ചു. ഇത് കേട്ടപ്പം എന്റെ ഉമ്മ ചിരിച്ചു. ആ 8 വയസ്സിലെ കുഞ്ഞിന്റെ മനസ്സിൽ ഇത് കയറിക്കൂടിയാണ്. ഇപ്പോഴും ഉമ്മയോട് ദേഷ്യം, അല്ലെങ്കിൽ അനിയത്തിയോട്. ഈ പറഞ്ഞ അമ്മായിനെക്കാളും പറയാൻ സമ്മതിക്കരുത്. നമ്മളെ മക്കളെങ്കിൽ ചേർത്ത് പിടിച്ചേക്കണം. എനിക്ക് എന്റെ മക്കൾ ഒരുപോലെയാണ്, നിങ്ങൾ മേലായിട്ട് പറഞ്ഞേക്കരുത്. എന്നാ നമ്മളെ കുടുംബക്കാരെന്തോ വിചാരിച്ചോണ്ട് ചിലപ്പോ അവർക്ക് ദേഷ്യമോ അല്ലെങ്കിൽ പിന്നെ പുച്ഛോ എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളാ, അവരെന്ത് വിചാരിക്കുന്ന വെച്ചാൽ നമ്മുടെ മക്കളെ നമ്മള് ചെയ്യരുത്, കൂട്ടിപ്പിടിച്ചേക്കണം. എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. എന്റെ 2 മക്കളിൽ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇളയവനെ പ്രസവിച്ചപ്പോ ഇവ മൂത്തവനെ പോലെ അല്ലല്ലോ, കളർ ഉണ്ടല്ലോ, നല്ലോണം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എന്റെ മക്കളെ കളർ വെച്ചു അവരെ മുന്നിൽ തന്നെ പറയും, നിങ്ങൾ അളക്കാൻ നിൽക്കരുത്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ ഉമ്മ എന്റെ കൂടെ, എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടാവും, എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവും, നമ്മളടുത്തേക്ക് അവർ വരും. അല്ലാത്ത കുഞ്ഞുങ്ങളാണ് ഒരു കയറില് ജീവിതം അവസാനിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരാം. കാരണം പല കുഞ്ഞുങ്ങളും പറയാറുണ്ട്, ആരോടൊക്കെ പോയി പറഞ്ഞാലും എന്റെ ഉമ്മാടുത്ത് ഞാൻ പോകില്ല, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ പോകില്ല, അച്ഛൻ എനിക്ക് അത്രയും പേടിയാണ്. പേടിപ്പിച്ചല്ല, കാലമൊക്കെ കഴിഞ്ഞു. ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെത്തേക്ക് ഓടി വരണം. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് സൈക്കോളജി കിടക്കാം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടി 10ൽ 6 വാങ്ങി വന്നാൽ മിടുക്കൻ,
നല്ല മാർക്കാ വാങ്ങിയത്, നീ ശ്രമിച്ചവർക്ക് കൂടുതൽ കിട്ടുമോ, പക്ഷെ ഇതന്നെ നല്ല മാർക്കാണെന്ന് പറയണം. എല്ലാ കുട്ടികൾക്കും ഫുൾ A+ വാങ്ങാൻ കഴിയൂല. അപ്പം നല്ലത് ചെയ്താൽ, അല്ലെങ്കിൽ മോനെ കിടക്കുന്ന സമയത്ത് മോന് ഭാവനെ നോക്കിയല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു, താങ്ക് യു. ഒന്ന് മക്കളോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊന്ന് താങ്ക് യു പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. നാളെ അവർക്ക് അത് ചെയ്യാൻ എന്ത് വരും, ത്വര വരും. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പ്രത്യേകം. ഇനി നെഗറ്റീവ് പണിഷ്മെന്റ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് അടിക്കുക ഒന്നും വേണ്ട. എന്റെ വീട്ടിലൊക്കെ ഞാൻ റിമോട്ട് അങ്ങോട്ട് വാങ്ങിക്കോ. അവർക്ക് അറിയാം, ചോദിച്ചാൽ കൊടുക്കരുത് കേട്ടോ, ചോദിച്ചാൽ കൊടുത്തേക്ക് ഞാൻ തരൂല. നീ ചെയ്തിട്ടുണ്ട്, നീ അത് പൂർത്തിയായിട്ട് തരാം. ടോയ്സ് ഒക്കെ സ്പ്രിംഗിൾ ചെയ്തിട്ടാ ഞാൻ പറയും, ഞാൻ റിമോട്ട് എടുത്ത് ഞാൻ പോകും. ഞാൻ പറയും ഞാൻ അത് അവിടെ തന്നെ വെക്കും, ടോയ്സ് എടുത്ത് വച്ച് കഴിഞ്ഞാൽ ഞാൻ തരാം. ടോയ്സ് ഒക്കെ എടുത്ത് റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ റിമോട്ടും അല്ലെങ്കിൽ കൊടുക്കൂല. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും പ്രത്യേകത. നമുക്ക് ഒരു വഴക്കും വക്കാണോ ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താം. പിന്നെ ഒരു കാര്യമുണ്ട്, യെസ്, നിങ്ങക്ക് ഹസ്ബൻഡിനോട് പ്രശ്നം ഉണ്ടാവാം, ഭാര്യയോട് പ്രശ്നം ഉണ്ടാവാം, അമ്മായിയമ്മനോട് പ്രശ്നം ഉണ്ടാവാം. ഇത് പ്രൊജക്ട് ചെയ്യാനുള്ള വസ്തുക്കളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മരുമകളോടുള്ള ദേഷ്യത്തിന് പേരക്കുട്ടികളെ വഷളാക്കുക, അമ്മായിമ്മയോടുള്ള ദേഷ്യം പേരക്കുട്ടിലും സ്വന്തം കുഞ്ഞിനോട് തീർക്കുക. ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ കുഞ്ഞിന്റെ മാനസികാരോഗ്യം പോകുന്നുള്ളൂ. സോ തിങ്ക് വൈസ്ലി. യുവർ കിഡ് ഇസ് യുവർ അസെറ്റ്. നിങ്ങൾ ഭൂമിയിലേക്ക് വിളിച്ചിട്ട് വന്നതാ. അവര് വരാൻ പറഞ്ഞ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും തീരുമാനിച്ച് ഭൂമിയിലേക്ക് വന്ന. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ടേക്ക് കെയർ. സോ ഇനിയെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റട്ടെ. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റ് എല്ലാവർക്കും മനസ്സിലായോ? മാം സൂപ്പർ ക്ലാസ് മാം, താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. കാരണം ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. സോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത്, വെറും എക്സാം എഴുതാനുള്ളത് മാത്രമല്ല. പക്ഷെ വേറെ പ്രത്യേകത, ഇങ്ങനെ പഠിക്കുമ്പോൾ എക്സാം എഴുതാനുള്ള സാധനം താനേ വരും കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും ബിഹേവിയർ മോഡിഫിക്കേഷനും കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ റീഇൻഫോഴ്സ്മെന്റ് 4 രീതിയിൽ കൊടുക്കാം. ഫിക്സഡ് ഇന്റർവെൽ, variable interval, fixed ratio, variable ratio. Okay? ഈ ടൈം വെച്ച് കൊടുക്കുന്നതിനെയാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അതായത് 5 പേജ് പഠിച്ചാൽ നിനക്ക് ഞാൻ മുട്ടായി തരാം, 5 പേജ് പഠിച്ചാൽ നിനക്ക് ഞാൻ മുട്ടായി തരാം എന്ന് പറയുന്നത് ഫിക്സഡ് ഇന്റർവെല്ലാണ്. അതായത് സോറി, പേജല്ലേ, മാറിപ്പോയി 5 മിനിറ്റ് പഠിച്ചാൽ അല്ലെങ്കിൽ അരമണിക്കൂർ ടൈമാണ്, ഇന്റർവെൽ ടൈമാണ്. അരമണിക്കൂർ പഠിച്ചാൽ ഞാൻ നിനക്ക് മുട്ടായി തരാം. ഫിക്സഡ് ഇന്റർവെൽ, ഫിക്സഡ് ആയിട്ടുള്ള ടൈമാണ്. 1 മണിക്കൂർ പഠിച്ചാൽ മിഠായി തരാം, 10 മിനിറ്റ് റൂം ക്ലീൻ ചെയ്താൽ TV തരാം. ഇതാണ് ഫിക്സഡ് ടൈം. ഒരു ഫിക്സഡ് ടൈം പറയാണ്. എന്നിട്ട് അത് കഴിയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഫിക്സഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. ഇനി വാരിയബിൾ ആണ്. ടൈം കൃത്യം പറഞ്ഞില്ല. ഒരു 10-20 മിനിറ്റ് പഠിക്കുക, എപ്പ വേണമെങ്കിൽ കൊടുക്കാം. 10-ഉം 20-ന്റെ ഇടയിൽ എപ്പ വേണമെങ്കിലും. കൃത്യം പറഞ്ഞില്ല, ഒരു 1.5 മണിക്കൂർ ക്ലീൻ ചെയ്യേ, ഞാൻ തരാം. ഇങ്ങനെ പറയുന്നതിനാണ് വാരിയബിൾ ഇന്റർവെൽ. കൃത്യം ടൈം പറയുകയാണെങ്കിൽ ഫിക്സഡ് ഇന്റർവെൽ, വാരിയബിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേരിയബിൾ ഇന്റർവെൽ. ഇനി റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെസ്പോൺസ് ആണ്. അതായത് 5 പേജ് പഠിച്ചാൽ മുട്ടായി തരാം, ഫിക്സഡ് റേഷ്യോ ആണ്. ഒരു 5-10 പേജ് പഠിക്കേ, മുട്ടായി തരാം. ഇത് വാരിയബിൾ റേഷ്യോ ആണ്. നോക്കിക്കേ, ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ടൈം, വാരിയബിൾ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ വാരിയബിൾ ടൈം, ഫിക്സഡ് റേഷ്യോ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ് എന്നാണ്. അതായത് 5 പേജ്, 10 പേജ്, വാരിയബിൾ 5-8 പേജ്, 10-20 പേജ്. അത് എപ്പോ കൊടുക്കുമെന്ന് കുട്ടിക്ക് അറിയില്ല, എപ്പ വേണമെങ്കിലും. ഏറ്റവും നല്ലത് വാരിയബിൾ റേഷ്യോ ആണെന്നാണ് പറയുന്നത്. അതായത് പിന്നെ വാരിയബിൾ ആണ്, അതായത് അറിയില്ല, അപ്പൊ പഠിച്ചുകൊണ്ടിരുന്നോളൂ. വാരിയബിൾ ആണ്, വാരിയബിൾ ഇന്റർവെൽ വാരിയബിൾ റേഷ്യോ ആണ് പറയുന്നത്. അപ്പൊ ഫിക്സഡ് ഇന്റർവെല്ലും വേരിയബിൾ ഇന്റർവെല്ലും ഫിക്സഡ് റേഷ്യോ വാരിയബിൾ റേഷ്യോ എന്താണെന്ന് മനസ്സിലായോ? പറഞ്ഞേ, മനസ്സിലാക്കി പറയണേ.
മാം ആ വേരിയബിൾ റേഷ്യോ ഒന്ന് പറയൂ മാം. എടാ 5-10 പേജ് പഠിച്ചാൽ തരാം. വാരിയബിൾ നമ്പർ ഓഫ് റെസ്പോൺസ് കൃത്യം പറയുന്നില്ല, എത്ര പേജ് എത്ര റെസ്പോൺസ് വേണമെന്ന് കൃത്യം പറയുന്നില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു 10-20 ബുക്ക് വായിക്ക് നീ ലൈബ്രറിത്തത്, നിന്നെ ഞാൻ ടൂറിന് കൊണ്ടുപോവാം. 10-20 എന്ന് പറഞ്ഞോളൂ, എപ്പം കൃത്യം പറയുന്നില്ല. അതാണ് വാരിയബിൾ റേഷ്യോ. ഓക്കെ ആണോ? അപ്പം ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Describe learning in digital world. Discuss the strategies to improve learning. ഡിജിറ്റൽ വേൾഡിന്റെ ഡിസ്ക്രൈബ് ചെയ്താൽ 3 മാർക്കും സ്ട്രാറ്റജീസിന് 7 മാർക്കും കേട്ടോ. Again, explain the theory of classical conditioning. June 2010 10 മാർക്ക്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഓപ്പറന്റ് കണ്ടീഷനിങ്, അതായത് റീഇൻഫോഴ്സ്മെന്റും അത് കോൺസിക്വൻസസ് വെച്ച് നമുക്ക് ലേൺ ചെയ്യിപ്പിക്കാം. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ അതായത് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാമെന്നും പണിഷ്മെന്റ് കൊടുത്താൽ ഒരു ബിഹേവിയർ വീക്കൺ ചെയ്യാം എന്നും പറയുന്ന ഒരു തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. സ്കിന്നറുടേതാണ്. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറന്റ് കണ്ടീഷനിങ് നല്ലോണം നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത യൂണിറ്റ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. എലോബറേറ്റ് അപ്പോൺ ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് മെമ്മറി. മെയിൻ ആയിട്ട് 3 ടൈപ്പ് മെമ്മറിയാ വരുന്നത്. ഷോർട്ട് ടേം സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. നമ്മളൊരു വസ്തു കാണുന്നു അപ്പൊ തന്നെ അത് മറന്നു. ഇങ്ങനെ ഒരു ട്രെയിനിലൊക്കെ പോകുമ്പോൾ കുറെ കയറുന്നു അതേപോലെ ഇറങ്ങുന്നില്ലേ, അതിനെയാണ് സെൻസറി. സെൻസ് ഓർഗൻസ് കൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് സെൻസറി മെമ്മറി. ഇനി ഷോർട്ട് ടേം എന്ന് പറഞ്ഞാലോ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് ടൈം, കുറച്ചു നേരത്തേക്ക് നമുക്ക് ഓർമ്മയുണ്ടാവും. അതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി. അതിന്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് 7 ± 2. അതായത് ഒന്നെങ്കിൽ 5 ഐറ്റംസ് അല്ലെങ്കിൽ 9 ഐറ്റം. അതായത് 5 മുതൽ 9 ഐറ്റംസ് വരെ മാത്രമാണ് നമുക്ക് ഷോർട്ട് ടേം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയറി പോകുന്ന ഷോർട്ട് ടേമിലേക്കാണ്. ഇനി ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്തേക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സിസ്റ്റം ആണ് ലോങ് ടേം മെമ്മറി. അപ്പൊ സെൻസറി മെമ്മറിന് അറ്റൻഷൻ, നമ്മളൊരു സാധനം ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാണ്, അറ്റൻഷൻ കൊടുത്താൽ അത് ഷോർട്ട് ടേമിലേക്ക് വരും. ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കുന്നത് ഒരു പെൺകുട്ടിനെ കണ്ടത് സെൻസറി മെമ്മറിയാണ്. അപ്പൊ ഒന്ന് നല്ലോണം നോക്കി, അത് ഷോർട്ട് ടേം മെമ്മറിയാണ്. മുടിയുണ്ട്, പിന്നെ നല്ല ഭംഗിയുണ്ട്, കോളേജ് ആയിട്ടുണ്ട്, ഈ കുട്ടി ഇന്ന കോളേജിലെ കുട്ടിയാണ്. അതായത് ഇലാബറേറ്റഡ് റിഹേഴ്സൽ ചെയ്താൽ ലോങ് ടേമിലേക്ക് കുറയും. വളരെ കുറച്ച് സമയം മാത്രം നിൽക്കുന്നത് സെൻസറി, കുറച്ചധികം 30 സെക്കൻഡ് വരെ നിൽക്കുന്നതാണ് ഷോർട്ട് ടേം. അതിൽ 5 മുതൽ 9 ഐറ്റംസ് വരെ. ലോങ് ടേം റിലേറ്റീവ്ലി പെർമനന്റ് ആണ്. ലോങ് ടേമിലേക്ക് ഒരു സാധനം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. ഞാൻ എപ്പോഴും ലോങ് ടേം മെമ്മറിയിലേക്ക് കയറാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. അതാണ് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് ഒരു വസ്തു തന്നെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് കാര്യകാരണങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ആണ് പതിയ. ഇപ്പൊ കോൺസെപ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ വരും. സോ പേപ്പർ നോക്കുന്ന ടീച്ചറിന് കുട്ടി കോൺസെപ്റ്റ് അറിഞ്ഞിട്ടാണ്, കാണാൻ പാടല്ല എഴുതി വെക്കുന്നത് മനസ്സിലാവും, മാർക്ക് താനെ വീഴും. സൈക്കോളജിയിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി സ്റ്റാറ്റിക് ഒക്കെ ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കുക. സ്റ്റാറ്റിക് ഒക്കെ 48ഉം 49ഉം ഫസ്റ്റ് ഇയറിൽ മേടിച്ചിട്ടുണ്ട് നമ്മുടെ മക്കള്. സോ അത്രയും ഒരു എലാബറേറ്റ് ഫുൾ സൈക്കോളജിക്കലി ആണ് ക്ലാസ്. ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഈ ഇഗ്നോന്റെ കുറച്ച് കംപ്ലൈന്റ്സ് കേൾക്കുന്നുണ്ട്, ഇവര് മാർക്ക് കുറച്ചിട്ട് റിവാലുവേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മുടെ കുട്ടിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് അറിഞ്ഞു തുടങ്ങി ഏതെങ്കിലും സെന്റർ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു കുട്ടി പോലും ഫെയിൽ ആയിട്ടില്ല. ഇനി ഫെയിൽ ആയെന്ന് പറയുന്നവര് അവരത്ര പഠിച്ചിട്ടില്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ 1-2 കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പെക്റ്റഡ് മാർക്ക് എന്ന് ഞാൻ പറയില്ലേ, ഈ കോൺസെപ്റ്റ് ഇങ്ങനെ അറിയാതൊക്കെ വരുമ്പം എക്സ്പെക്റ്റഡ് മാർക്ക് വരുന്നുണ്ടാവും. കേട്ടിട്ടുണ്ട്, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചറിയാം, BA ക്കാണ് ഇത് കേട്ടത്. MA യുടെ കേസിൽ എനിക്ക് ഇതുവരെ അത് കേട്ടിട്ടില്ല. MA ക്ക് എനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. MA യുടെ കേസിൽ ഞാനത് ഇങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെതായിട്ടുള്ളൊരു പിന്നെ വെറുതെ പാസ്സാക്കി വിടത്തില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യം. കണ്ടന്റ് ഉണ്ട്. കാരണം കണ്ടന്റ് ഉള്ളവർക്ക് എന്നോട് വന്ന് നന്നായിട്ട് എക്സാം എഴുതിയെന്ന് പറഞ്ഞ ആരും ഇതുവരെ തോറ്റിട്ടില്ല, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടില്ല. നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് ആവറേജ് ലെവൽ, അതായത് ഇഗ്നു ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഇന്ത്യന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇഗ്നോയുടെ പ്രസിഡന്റ്. സോ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി അവർ, എസ്പെഷ്യലി സിലബസ് ഒക്കെ അടിപൊളിയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മെജോറിറ്റി നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട്. അതറിഞ്ഞാ മതി. നമുക്ക് ടെൻഷൻ നമ്മൾ എഴുതിയത് മാർക്ക് കിട്ടില്ലേ എന്നുള്ളൊരു ടെൻഷൻ വരത്തില്ലേ, അതുകൊണ്ടാ ചോദിച്ചതാ.
ഇല്ല. പക്ഷെ കേസസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ മാർക്ക് കുറഞ്ഞ റീവാലുവേഷൻ കൊടുത്തു. പക്ഷെ അതിൽ എത്രത്തോളം എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് പറയാൻ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ മെജോറിറ്റി നമ്മുടെ കുട്ടികൾക്കും ഒക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ എക്സ്പെക്റ്റഡ് ചെയ്ത മാർക്ക് കിട്ടിയിട്ടുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പലരും അറിയില്ല, കാരണം നമ്മൾ പഠിച്ച കാലമല്ലല്ലോ, ലൈക്ക് ഒത്തിരി കാലമായില്ലേ. അപ്പം എത്ര എഴുതണം, എന്ത് എഴുതണം, അതാ ഞാനിവിടെ ഈ ഒരു മോഡലിൽ ഞാൻ എഴുതി കാണിച്ചിട്ടില്ല എങ്ങനെയാണ് 10 മാർക്കിന് എഴുതേണ്ടത് എന്ന്. ഈ നോട്ട് ഞാൻ ഇട്ടുതരാം. ഇങ്ങനെയൊക്കെ എഴുതിയ മാർക്ക് കുറയില്ല, അത് ഉറപ്പുള്ള കാര്യം. ഓക്കെ, ഇനി 2 മോഡൽസ് ഓഫ് മെമ്മറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്റ്റഡി പ്ലാൻ എനിക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നും വിചാരിക്കരുത്, ഇത് നമ്മുടെ കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ അല്ല, ഈ നോട്ട് ഞാൻ എന്തായാലും എന്താണെന്നറിയോ, ഞാനിപ്പോ ഈ ഒരു ക്ലാസ് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി എന്റെ സ്റ്റുഡൻസ് വന്നിട്ട് മിസ് ഇത്ര നല്ല ക്ലാസ് പിള്ളേരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി കാശ് കൊടുത്തിട്ടാണ് പലരും എനിക്ക് അനുഭവം ഉണ്ട്. എവിടേക്കോ ഒത്തിരി കാശ് കൊടുത്തിട്ട് ആ കാശ് പോയിട്ട് വീണ്ടും കാശ് എന്തെങ്കിലും തന്നിട്ട് ജോയിൻ ചെയ്തവരൊക്കെ എനിക്കറിയാം. അത്രയും താല്പര്യത്തോടെ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാരത്തോൺ ആയിട്ട് ഞാൻ റിവിഷൻ ക്ലാസ്സസ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഇപ്പൊ സെക്കൻഡ് ഇയർ ഒക്കെ ആണെങ്കിൽ 10 സബ്ജക്റ്റ് ഉണ്ട്. വളരെ നല്ല സബ്ജക്ട്സ് ആണ്. അതൊക്കെ അത്രയും പഠിക്കണം. ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പാകത്തിലുള്ള സബ്ജക്ട്സ് ആണ്. ബാക്കി നമുക്ക് എക്സാമിലേക്ക് എഴുതാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു. സബ്ജക്ട് മൊത്തം എടുക്കും, എക്സാമിലേക്ക് എഴുതാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, explain the types of memory and discuss the application of memory in everyday life. Application of memory in everyday life. Discuss the concept of forgetting. Explain strategies for enhancing memory. Forgetting എന്താണ്, എങ്ങനെ forgetting ഇല്ല അല്ലെങ്കിൽ മെമ്മറി കൂട്ടാം എന്നുള്ളതിന്റെ സ്ട്രാറ്റജി. Forgetting 4 strategic 6 ആണ്. Discuss the strategies enhancing memory and the application of memory in everyday life. വീണ്ടും 10 മാർക്ക്. അപ്പൊ ഈ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 7ാമത്തെ ചാപ്റ്ററും കുറച്ചൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഇനി 8ാമത്തെ ചാപ്റ്റർ മോട്ടിവേഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. ഒത്തിരി മോട്ടിവേഷണൽ തിയറി ഉണ്ട്, 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷണൽ തിയറി ഒക്കെ എന്റെ 15 ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ അത് കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഹേഴ്സ്ബർഗിന് 2 ഫാക്ട് തിയറി ഉണ്ട്. ഈ ഹേഴ്സ്ബർഗിന് 2 ഫാക്ടർ തിയറി പറയുന്നത്, നോക്കിയിട്ട് പറഞ്ഞുതരാം, മറന്നുപോയി. പേഴ്സണൽ ഫാക്ടറും ഹൈജീൻ ഫാക്ടറും ഉണ്ട്. 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് നമ്മള് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഹൈജീൻ ഫാക്ടർ ആട്ടോ ജസ്റ്റ് പറഞ്ഞത്. ഹൈജീൻ ഹേഴ്സ്ബർഗ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനത്തിലൊക്കെ ഒരു സാധനം ഉണ്ടെന്ന് വെച്ച് വലിയ മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഫാൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ മോട്ടിവേഷൻ കുറയും. അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് അദ്ദേഹം ഹൈജീൻ ഫാക്ടർ എന്ന് വിളിച്ചത്. ഇപ്പൊ ബാത്റൂം ഒരു സ്ഥാപനത്തിൽ ഉണ്ടെന്ന് വെച്ചാൽ ആള് വലിയ മോട്ടിവേറ്റഡ് ഒന്നും ആവില്ല. പക്ഷെ ബാത്റൂം ഇങ്ങനെ കേടായാൽ മോട്ടിവേഷൻ കുറയും. അപ്പൊ ഉണ്ടെന്ന് വെച്ച മോട്ടിവേഷൻ ആവില്ല, ഇല്ലാതായി കഴിഞ്ഞാൽ കുറയുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറാണ് എന്ത്, നമ്മുടെ ഹൈജീൻ ഫാക്ടർ എന്ന് പറയും. ഇനി ഡ്രൈവർ റിഡക്ഷൻ തിയറി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് മോട്ടിവേഷണൽ കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷണൽ കോൺസെപ്റ്റും ടൈപ്സുമാണ് ചോദിച്ചത്. ഇനി എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അപ്പൊ തിയറീസ് ഓഫ് മോട്ടിവേഷൻ 10 മാർക്കിന് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് എടുത്തും ചോദിച്ചിട്ടുണ്ട്. സോ തിയറീസ് ഓഫ് മോട്ടിവേഷൻ നന്നായിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണ് ഇമോഷന്റെ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇമോഷൻ മെഷർ ചെയ്യുന്നത് 10 മാർക്കിന് ചോദിച്ചാൽ ഇമോഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് ഇമോഷൻ എന്താണെന്നും ജസ്റ്റ് എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? റഹീസ, ഇയാളൊന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്യോ? എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നില്ല. ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്യാവോ റഹീസ? ഓക്കെ. അപ്പൊ ഡിസ്കസ് ദ വേ ടു മെഷർ ഇമോഷൻ മെഷർ ചെയ്യാനുള്ള വേസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ഇമോഷന്റെ തിയറി, ജെയിംസ് ലാംഗ് തിയറി, കനോൺ ബാർഡ് തിയറി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി തിയറീസ് ഉണ്ട്. 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ഇമോഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ്. ഇനി ഡിസ്ക്രൈബ് ദ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ, എക്സ്പ്ലെയിൻ ദ കമ്പോണന്റ് ഓഫ് ഇമോഷണൽ പ്രോസസ്. കണ്ടോ, ടൈപ്പ്, കമ്പോണൻസ്, ഫങ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. സോ അത് തിയറീസും മെയിൻ ആയിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ. അപ്പോ
കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ ചെയ്തുതരാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തുതരാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തുതരാം. ഈ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള വീഡിയോയും ഞാൻ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അപ്ലോഡ് ചെയ്തുതരാം. ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഈ ആൻസേഴ്സ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. സോ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ? അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയോ? അടിപൊളി നല്ല രീതിയിൽ സൂപ്പർ. എനിക്ക് എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് വേണം. നാളെയും ഒരു ക്ലാസ് വെക്കണമെങ്കിൽ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് വേണ്ട, ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഞാനൊരു പച്ച പാവ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ എന്തോ നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ ആ ഗ്രൂപ്പിലൊന്ന് എഴുതിയിടുക. അപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സിലാവും. അത് എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് ആവും എന്റെ ക്ലാസ്. അപ്പോഴല്ലേ എനിക്ക് നാളെ വന്ന് നിങ്ങൾ ഒന്നും തരാണ്ടായി എനിക്ക് നാളെ വന്ന് ക്ലാസ് എടുക്കാൻ തോന്നും. ഞാനും ഒരു ഭാഗമാണ്. ഐ ഓൾസോ നീഡ് സം റീഇൻഫോഴ്സ്മെന്റ്, എസ്പെഷ്യലി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ നെഗറ്റീവ് ഉണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. നെഗറ്റീവ് പറയാൻ ഒരു മടിയും വേണ്ട. നെഗറ്റീവില് കൂടെ നന്നായി വന്ന ഒരാളാണ്. ഒരിക്കലും ഫസ്റ്റ് ഇയറിലൊക്കെ ഒരുപാട് അപാകതകൾ വന്നു പോയിട്ടുണ്ട്. കാരണം ഇഗ്നോ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതൊക്കെ പരിഹരിച്ച് ഇന്നിപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം 50ഓളം പേര് കയറി. 50ഓളം പേര് UGC ഇഗ്നോയിലാണോ ചെയ്തത്? എന്തോ UGC ഇഗ്നോയിലാണോ ചെയ്തത്? അതെ, UG ആൻഡ് PG. അയ്യോ, ഇഗ്നോയിലല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. രണ്ടും റെഗുലർ ആണ്. ഞാൻ റെഗുലർ ആയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UG ആൻഡ് PG ചെയ്തത്. PG കംപ്ലീറ്റ് ചെയ്ത ഉടനെ കാലിക്കറ്റിൽ പുറക്കാട്ടിരി എന്ന സ്ഥലത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഒക്കെ ഉണ്ട്. ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ ഉണ്ട്. ഇഗ്നോക്ക് മാത്രമല്ല ക്ലാസ് എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, CUET സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ കോഴ്സ് കൊടുക്കുന്നു. സൈക്കോളജി മാത്രമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. സൈക്കോളജി മാത്രമാണ്. സൈക്കോളജി ഇസ് നോട്ട് എ സബ്ജക്ട് ഫോർ മീ, ഇറ്റ് ഇസ് പാഷൻ. എനിക്ക് പ്രണയമാണെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും ഇഷ്ടമാണ് സൈക്കോളജി സംസാരിക്കാൻ. മനസ്സിലായിട്ടുണ്ടോ? പറയാനുണ്ട്. ഓക്കെ, അപ്പൊ hope the class was productive and informative. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി ഞാൻ വീണ്ടും കാണും. So I need some positive reinforcement. Please share your feedback in the group. അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരെ it's me, Abdul Nafi, signing off. Bye bye and take care and all the very best for your examinations. Thank you ma'am. Thank you so much. സെക്കൻഡ് ഇയറിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം. സൈക്കോളജി പഠിക്കാം കേട്ടോ. സെക്കൻഡ് ഇയറിൽ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാം. റെക്കമെൻഡ് ചെയ്യാം സൈക്വസ്റ്റ് കേട്ടോ. Sure ma'am. ഇൻഷാല്ലാ. ശരി. Thank you ma'am.